എല്ലാവരെയും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർച്ചയായി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മാക്രോ എക്കണോമിക്സിലെ ഭാഗങ്ങളാണ്. കഴിഞ്ഞ വീഡിയോ മുതൽ നമ്മൾ 4ാമത്തെ ചാപ്റ്റർ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ 1ാമത്തെ പാർട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എക്സ് ആൻഡ് എക്സ്പോസ്റ്റ് വാല്യൂസ്, എന്താണ് MPC ആൻഡ് MPS, എന്താണ് APC APS, ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കൺസംഷനെ കുറിച്ച് നമ്മൾ ഒരു സൂചന നൽകിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കൺസംഷൻ, ഉപഭോഗം. കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം. ഉപഭോഗം എന്താണ്? വരുമാനത്തിൻ്റെ ഒരു ധർമ്മമാണ്. നമ്മൾ മനസ്സിലാക്കി വരുമാനം വർദ്ധിക്കുമ്പോൾ ഉപഭോഗത്തിലും വർധനവുണ്ടാകുന്നു. എന്നാൽ വരുമാന വർധനവിനേക്കാളും കുറഞ്ഞ നിരക്കിലാണ് ഉപഭോഗത്തിൽ വർധനവുണ്ടാകുക. വരുമാന വർധനവും ഉപഭോഗ വർധനവും തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ MPC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ഓഫ് കൺസംഷൻ, ഉപഭോഗത്തിൻ്റെ സീമാന്ത പ്രവണത എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി MPC ഈക്വൽ ടു ഡെൽറ്റ C/Δy. ഫോർ എക്സാമ്പിൾ, MPC 0.8 ആണെന്ന് സങ്കല്പിക്കുക. MPC 0.8 ആണ്, വരുമാനം 1000 എന്ന് വിചാരിക്കുക. അങ്ങനെയാവുമ്പോൾ കൺസംഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? C ഈക്വൽ ടു CY. C എന്തിനെയാണ് കാണിക്കുന്നത്? സ്മോൾ ലെറ്റർ C ഡിനോട്ട്സ് MPCY, ഇൻകം. 0.8 into 1000, ദാറ്റ്സ് ഈക്വൽ ടു 800. അതായത് Y ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷൻ എന്താകുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 1000 ആണ് ഇൻകമായി എടുത്തത്. അത് 2000 ആകുമ്പോൾ C കൺസംഷൻ എത്രയായിട്ട് മാറും? ക്യാപിറ്റൽ ലെറ്റർ C ആണ് കൺസംഷനെ ഡിനോട്ട് ചെയ്യുന്നത്. കൺസംഷൻ എത്രയായിട്ട് മാറും? 0.8 into 2000 ഈക്വൽ ടു 1600, 1600. അതായത് വരുമാനം വർദ്ധിക്കുമ്പോൾ ഉപഭോഗവും എന്താവുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കി വരുമാനവും ഉപഭോഗവും തമ്മിലുള്ള ബന്ധം പോസിറ്റീവാണ്. ദാറ്റ് മീൻസ് വെൻ ഇൻകം ഇൻക്രീസസ്, കൺസംഷൻ ഓൾസോ ഇൻക്രീസസ്. ഞാനൊന്ന് ചോദിക്കട്ടെ, വരുമാനമില്ലെങ്കിൽ ഉപഭോഗം ഉണ്ടാകുന്നു? ഒരാൾക്ക് വരുമാനമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ ഉപഭോഗം എത്രയായിരിക്കും? 0 ആയിരിക്കുമോ? അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും അളവിൽ ഉപഭോഗം നടത്തുമോ? കഴിഞ്ഞ ലോക്ക്ഡൗണിൽ പലരുടെയും വരുമാനം നിലച്ചു, ജോലിയില്ലാതായി. ദിവസ കൂലിക്ക് ജോലിക്ക് പോകുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു, അവരുടെ വരുമാനവും നഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ ഉപഭോഗം എത്രയായിരുന്നു? 0 വരുമാനം 0 ഉപഭോഗവും 0. നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷൻ അനുസരിച്ചിട്ട് C ഈക്വൽ ടു CY, അല്ലേ? Y 0 ആണെങ്കിൽ 0.8 into 0 ഈക്വൽ ടു 0 ആവണം. എന്നാൽ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വരുമാനം 0 ആകുമ്പോൾ ഉപഭോഗവും 0 ആകുന്നുണ്ടോ? ലോക്ക്ഡൗൺ കാലത്ത് വരുമാനമില്ലാത്തവർ ഒന്നും ഉപഭോഗം ചെയ്തില്ലേ? ഉണ്ട്. അവരുടെ ജീവിതം നിലനിർത്തി കൊണ്ടുപോകുവാനുള്ള ഉപഭോഗം അവർ നടത്തിയിട്ടുണ്ട്. അവരുടെ സബ്സിസ്റ്റൻസ് കൺസംഷൻ നടത്തിയിട്ടുണ്ട്. ഉപജീവന ഉപഭോഗം നടത്തിയിട്ടുണ്ട്. അത്യാവശ്യ വസ്തുക്കൾ അവർ വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ട വസ്തുക്കൾ അവർ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് വാങ്ങിയത്? വരുമാനമില്ലാതെ. ഈ സാധനങ്ങൾ എങ്ങനെയാണ് അവർ വാങ്ങിയത്? ചിലർ അവരുടെ പാസ്റ്റ് സേവിംഗിൽ നിന്നെടുത്ത് സാധനങ്ങൾ വാങ്ങി, അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് പണമെടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിയത്. ചിലരോ കടം വാങ്ങിയിട്ട് വാങ്ങി. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് വരുമാനമില്ലാതായപ്പോൾ അവർക്ക് ഉപഭോഗം ഉണ്ടായിരുന്നു. ആ ഉപഭോഗം നേരത്തെ നമ്മൾ പറഞ്ഞ വരുമാനവുമായി ബന്ധമുള്ള ഉപഭോഗമാണോ? വരുമാനമില്ലാത്തപ്പോഴും വരുമാനം 0 ആവുമ്പോഴും ഉള്ള ഉപഭോഗമാണത്. ആ ഉപഭോഗത്തെയാണ് നമ്മൾ എന്ത് പറയുക? ശാസ്ത്രീയ ഉപഭോഗം അല്ലെങ്കിൽ സ്വതന്ത്ര ഉപഭോഗം, ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയാം. വാട്ട് ഈസ് ഓട്ടോണമസ് കൺസംഷൻ? Autonomous consumption is consumption which is independent of income. വരുമാനത്തിൽ നിന്ന് സ്വതന്ത്രമായ
ഉപഭോഗമാണെന്ത്? ഓട്ടോണമസ് കൺസംഷൻ, സ്വതന്ത്ര ഉപഭോഗം, സാശ്രയ ഉപഭോഗം എന്ന് പറയുന്നത്. വരുമാനം 0 ഉപഭോഗമാണെന്ത്? ഓട്ടോണമസ് കൺസംഷൻ. നമ്മളൊരു മാക്രോ ലെവൽ ആലോചിച്ച് നോക്കൂ, ഒരു ഇക്കോണമിയുടെ ലെവൽ ആലോചിച്ച് നോക്കൂ. വരുമാനം വർദ്ധിക്കുമ്പോൾ ഉപഭോഗവും വർദ്ധിക്കണം. അതായത് ഒരു രാജ്യത്തിലെ GDP വർദ്ധിച്ചാൽ ആ രാജ്യത്തിലെ ഉപഭോഗവും വർദ്ധിക്കും. എന്നാൽ നിങ്ങൾ സങ്കല്പിക്കുക, നമ്മുടെ രാജ്യത്തെ GDP കഴിഞ്ഞ വർഷത്തെ അതേ അളവിലാണ്, ഒരു വ്യത്യാസവുമില്ല. വരുമാനം വർദ്ധിക്കുമ്പോഴാണല്ലോ GDP വർദ്ധിക്കേണ്ടത്. വരുമാനം വർദ്ധിക്കുമ്പോഴാണല്ലോ ഉപഭോഗം വർദ്ധിക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തെ അതേ അളവിലാണ് വരുമാനമെങ്കിൽ ഉപഭോഗത്തിൽ മാറ്റം വരാൻ പാടില്ല. ബട്ട് ആക്ച്വലി എന്താണ് സംഭവിക്കുക? രാജ്യത്തിലെ മൊത്തം ഉപഭോഗം കഴിഞ്ഞ വർഷത്തെക്കാളും വർദ്ധിക്കും. എന്തായിരിക്കും വർദ്ധിക്കാനുള്ള കാരണം? രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ പുതിയ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലെ. അതുവരെ സ്കൂളിൽ പോകാത്ത കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും, അതുവരെ രോഗമില്ലാത്തവർക്ക് രോഗം വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് ആവശ്യങ്ങൾ വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള നേരത്തെ നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ കേസിൽ പറഞ്ഞതുപോലെയുള്ള ആവശ്യങ്ങൾ, ഈ ആവശ്യങ്ങൾ അതിനു വേണ്ടിയുള്ള കൺസംഷൻ എന്തുമായി ബന്ധപ്പെട്ടതല്ല? വരുമാനവുമായി ബന്ധപ്പെട്ടതല്ല. അത്തരം കൺസംഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുക. ഓട്ടോണമസ് കൺസംഷനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്റർ C ബാർ. C അല്ല, C ബാർ. ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിക്കുക, C ബാർ. C ബാർ ഈക്വൽ ടു ഓട്ടോണമസ് കൺസംഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ കൺസംഷന്റെ 2 ഭാഗങ്ങൾ മനസ്സിലാക്കി. ഒന്ന് CY ആണ്. ഇവിടെ C എന്ന് പറഞ്ഞാൽ എന്താ? MPC. Y ഇൻകം. CY. C ഈക്വൽ ടു CY ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? അവിടെ സ്മോൾ ലെറ്റർ C ആണ് നമ്മൾ ഉപയോഗിച്ചത്, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം. ഇപ്പോൾ ഒരു കൺസംഷൻ കൂടി നമ്മൾ പറഞ്ഞു. എന്താണ്? കൺസംഷൻ വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻകം, ഓട്ടോണമസ് കൺസംഷൻ. അപ്പോൾ ടോട്ടൽ കൺസംഷൻ ഇൻ ആൻ ഇക്കോണമി അല്ലെങ്കിൽ അഗ്രിഗേറ്റ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കൺസംഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്പോസ്ഡ് കൺസംഷൻ ആണോ, എക്സ് ആൻഡ് കൺസംഷൻ ആണോ, യഥാർത്ഥത്തിലുള്ള ഉപഭോഗമാണോ, അല്ലെങ്കിൽ ആസൂത്രിതം അല്ലെങ്കിൽ പ്രതീക്ഷിത ഉപഭോഗമാണോ? പ്രതീക്ഷിത ഉപഭോഗമാണ്, ആസൂത്രിത ഉപഭോഗമാണ്, എക്സ് ആൻഡ് കൺസംഷൻ ആണ്. അപ്പൊ നമുക്ക് പറയാം എക്സ് ആൻഡ് കൺസംഷൻ ഈക്വൽ ടു 2 കൺസംഷൻ. ഒന്ന് ഇൻകവുമായി ബന്ധമുള്ള കൺസംഷൻ പ്ലസ് എന്തായിരിക്കും? ഓട്ടോണമസ് കൺസംഷൻ. അപ്പോൾ എക്സ് ആൻഡ് കൺസംഷൻ അത് ഏത് ലെറ്റർ കൊണ്ടാണ് കാണിക്കുക? ക്യാപിറ്റൽ ലെറ്റർ C. C ഈക്വൽ ടു C ബാർ പ്ലസ് CY. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെ ഓരോന്നും എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ C എന്തിനെ കാണിക്കുന്നു? കൺസംഷനെ, അഗ്രിഗേറ്റ് കൺസംഷൻ, എക്സ് ആൻഡ് അഗ്രിഗേറ്റ് കൺസംഷനെ കാണിക്കുന്നു. C ബാർ എന്തിനെ കാണിക്കുന്നു? ഓട്ടോണമസ് കൺസംഷനെ കാണിക്കുന്നു. സ്മോൾ ലെറ്റർ C എന്തിനെ കാണിക്കുന്നു? MPC യെ കാണിക്കുന്നു. Y എന്തിനെ കാണിക്കുന്നു? വരുമാനം അല്ലെങ്കിൽ GDP യെ കാണിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കൺസംഷൻ എന്താണെന്ന് മനസ്സിലാക്കി, ടോട്ടൽ കൺസംഷന്റെ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. നമുക്കൊരു കൺസംഷൻ ഫംഗ്ഷൻ കാണാം. ഒരു കൺസംഷൻ ഫംഗ്ഷൻ ആണ് നിങ്ങൾ കാണുന്നത്. 100 പ്ലസ് 0.8y. ഇത് നമ്മൾ നേരത്തെ കാണിച്ച കൺസംഷൻ ഫംഗ്ഷന്റെ ഒരു എക്സ്പ്രഷൻ ആണ്. C ബാർ പ്ലസ് CY അതിന്റെ ഒരു എക്സ്പ്രഷൻ ആണ്. ഇവിടെ 100 എന്തിനാ കാണിക്കുന്നത്? ഓട്ടോണമസ് കൺസംഷൻ, C ബാറിനെയാണ്. 0.8 എന്തിനാ കാണിക്കുന്നത്? MPC, സ്മോൾ ലെറ്റർ C നെയാണ്. ഇങ്ങനെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ചില പ്രോബ്ലം ചെയ്യാനൊക്കെ ഉണ്ടാകുമ്പോൾ കൺസംഷൻ ഫംഗ്ഷൻ ഇങ്ങനെ തരും 100 പ്ലസ് 0.8y. അപ്പോൾ നിങ്ങൾക്ക് C ബാറും തരില്ല, MPC തരില്ല. നിങ്ങൾ ഇക്വേഷൻ കണ്ടിട്ട് അതിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് C ബാർ, എന്താണ് MPC എന്ന് മനസ്സിലാക്കണം. ഇതാണ് തരുന്നതെങ്കിൽ നിങ്ങൾ C ബാർ ആയിട്ട് ഏതാണ് എടുക്കുക? 100 ആണ് എടുക്കുക. MPC ആയിട്ട് ഏതാണ് എടുക്കുക? 0.8 ആണ് എടുക്കുക. അപ്പോൾ കൺസംഷൻ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡിന്റെ ഒരു ഫംഗ്ഷനാണ്. നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്, ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് 2 സെക്ടർ ഇക്കോണമിയാണ്. 2 സെക്ടറിൽ 2 സെക്ടേഴ്സ് ഉണ്ടാവുക. ഏതൊക്കെയാണ്? ഹൗസ് ഹോൾഡ് സെക്ടർ ആൻഡ് ഫേം സെക്ടർ. ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നാണ് എന്ത് വരുന്നത്? ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് വരുന്ന ഡിമാൻഡ് ആണ് എന്ത്? കൺസംഷൻ ഡിമാൻഡ്. ഫേമിൽ നിന്ന് വരുന്ന ഡിമാൻഡ് ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ആണ്. നൗ വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്, എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്, നിക്ഷേപ ചോദനം. നമ്മൾ കെയ്നീഷ്യൻ തിയറിയാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു കെയ്ൻസ്, ഇൻവെസ്റ്റ്മെന്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് MEC ഓർ MEI, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. MEC
MEI എന്ന് പറഞ്ഞാൽ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ബോത്ത് ആർ സെയിം. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്താ നിങ്ങൾക്കറിയാം? പലിശ നിരക്ക്. ബാങ്കിലെ പലിശ നിരക്കാണ് ഇൻട്രസ്റ്റ് റേറ്റ്. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ MEC എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറഞ്ഞു പോവാം, അത് ജസ്റ്റ് സൂചിപ്പിക്കുന്നേ ഉള്ളൂ, നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടതില്ല. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഫ്രം ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. നമ്മളൊരു ഒരു 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 അധിക ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ. കാരണം ഞാനിപ്പോൾ ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതിൽ നിന്ന് എനിക്ക് ഒരു 20% റിട്ടേൺ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 100 രൂപ അല്ലെങ്കിൽ 100 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് 20 കോടി റിട്ടേൺ കിട്ടും. അതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഫ്രം അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്? പലിശ നിരക്കാണ്. അപ്പോൾ പലിശ നിരക്കും ഈ MEC തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫ് ആണ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നയിക്കുന്നത് എന്നാണ് പറയുന്നത്. MEC ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. കാരണം എന്താണ്? ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 10% എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ 20% ആണെങ്കിൽ അയാൾക്ക് 10% ലോൺ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് 10% ലാഭം കിട്ടും, റിട്ടേൺ കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ചിലപ്പോൾ അയാളെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നയിക്കും. അതൊന്നും നമ്മളുടെ ഡിസ്കഷന്റെ വിഷയമല്ല. നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ 2 ഫാക്ടേഴ്സ്, R and MEC. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇൻട്രസ്റ്റ് റേറ്റും MECയും എന്താണ്? കോൺസ്റ്റന്റ് ആണ്, സ്ഥിരമാണ്. അപ്പോൾ I depends upon R and MEC. R and MEC are constant. അങ്ങനെയാണെങ്കിൽ I എന്തായിരിക്കും? I കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഐനെ നമ്മൾ എടുക്കുന്നു I bar I. ഐനെ നമ്മൾ I bar I ഇൻവെസ്റ്റ്മെന്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം ബട്ട് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് R and MEC. നിക്ഷേപം എന്തിന്റെ ഫംഗ്ഷൻ അല്ല? വരുമാനത്തിന്റെ ഫംഗ്ഷൻ അല്ല. പിന്നെ എന്തിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്? നമ്മൾ പലിശ നിരക്കിന്റെയും MECയുടെയും ഒരു ധർമ്മമായിട്ടാണ് എടുക്കുന്നത്. പലിശ നിരക്കും MECയും സ്ഥിരമായതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റും എന്താണ്? സ്ഥിരമാണ്. അതുകൊണ്ട് I ഈക്വൽ ടു I ബാർ ആക്കി എടുക്കുന്നു. വരുമാനവുമായി ബന്ധമില്ലാത്തതാണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻകം ആണ്. ഹിയർ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻകം. സോ I ഈക്വൽ ടു I ബാർ. ഇവിടെ നിക്ഷേപം വരുമാനത്തിൽ നിന്ന് സ്വതന്ത്രമായ ചരമാണ്, വരുമാനമല്ല നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മോഡലിൽ എന്താക്കിയെടുക്കുന്നു? ഐനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു, I ബാർ. അപ്പോൾ നമ്മൾ ഈ ഐനെ I ബാർ ആയിട്ടാണ് എടുക്കുക. I ഗിവൺ ആയിരിക്കും, അതിൽ ചേഞ്ച് ഉണ്ടാവില്ല അല്ലേ? അതിൽ വരുമാനത്തിൽ മാറ്റം ഉണ്ടാകുന്നതനുസരിച്ച് ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ദി 2 സെക്ടർ ഇക്കോണമി. 2 സെക്ടർ ഇക്കോണമിയിലെ എക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണ്? 2 സെക്ടർ ഇക്കോണമി മോഡലിലെ ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ചോദനം, ആസൂത്രിത മൊത്തം ചോദനം എന്നാൽ എന്ത്? ഞാൻ പറഞ്ഞല്ലോ 2 സെക്ടേഴ്സ് ഉണ്ടാവുക, ഹൗസ് ഹോൾഡ് സെക്ടറും ഫേം സെക്ടറും അല്ലെ? ഹൗസ് ഹോൾഡ് സെക്ടറിലെ ഡിമാൻഡ് എന്താണ്? കൺസംഷൻ ഡിമാൻഡ്. ഫേമിൽ നിന്ന് വരുന്ന ഡിമാൻഡിന്റെ പേരെന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്. അങ്ങനെയാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് AD ഈക്വൽ ടു എന്താണ്? C plus I means I bar. അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് സം ടോട്ടൽ ഓഫ് കൺസംഷൻ ഡിമാൻഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്. കൺസംഷൻ ഡിമാൻഡ് ഈസ് ഫ്രം ഹൗസ് ഹോൾഡ് സെക്ടർ, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഈസ് ഫ്രം ഫേം. AD equal to C plus I. C consumption demand. C plus I എന്ന് പറഞ്ഞാൽ I bar. കൺസംഷൻ ഡിമാൻഡ് നമ്മൾക്കറിയാം, സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എന്താണ് C? C equal to autonomous consumption plus consumption which is depending on income. ഇപ്പൊ എന്താ നമ്മൾ എഴുതുക? C equal to C bar plus CY. കണ്ടോ, ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. C equal to C bar plus CY plus I bar. ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ പറഞ്ഞു, അതിന് കുറച്ചുകൂടി നമ്മൾ എലാബറേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾക്കറിയാം 2 സംഗതികൾ ഇൻഡിപെൻഡന്റ് ആണ്, ഓട്ടോണമസ് ആണ്, സ്വതന്ത്ര ചരങ്ങളാണ്. ഏതൊക്കെയാണ്? വരുമാനവുമായി ബന്ധമില്ലാത്ത 2 സംഗതികളെ നിങ്ങൾ 2 ചരങ്ങളെ വേരിയബിൾസിനെ നിങ്ങൾ കാണും. ഒന്ന് ഓട്ടോണമസ് കൺസംഷൻ ആണ്, മറ്റൊന്ന് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഓട്ടോണമസ് ആയ 2 വേരിയബിൾസിനെയും നമ്മൾ A ബാർ കൊണ്ട് കാണിക്കുകയാണ്.
autonomous consumption and autonomous investment is together represented by the letter A bar. അപ്പോൾ A bar എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ C bar plus I bar. A bar എന്ന് പറഞ്ഞാൽ C bar plus I bar ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്യാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു A bar plus CY. ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഫൈനൽ ഇക്വേഷൻ. ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് എന്താ ഉണ്ടാവുക? CY എന്നുള്ള പാർട്ടാണ് ചേഞ്ച് ചെയ്യുക. ഇൻകവുമായി ബന്ധപ്പെട്ട കൺസംഷന്റെ ഭാഗം മാത്രമാണ് ചേഞ്ച് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോ കൺസംഷൻ ഫംഗ്ഷൻ പഠിച്ചു. എന്താണ് കൺസംഷൻ ഫംഗ്ഷൻ? C ഈക്വൽ ടു C ബാർ പ്ലസ് CY. ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ പഠിച്ചു. എന്താണ്? I ഈക്വൽ ടു I ബാർ. അത് കോൺസ്റ്റന്റ് ആണ്, വരുമാനവുമായി ബന്ധമില്ല. പിന്നെ നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ പഠിച്ചു. എന്താണ്? AD ഈക്വൽ ടു A ബാർ പ്ലസ് CY. ഇതിന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അവിടെ ഒരു കൺസംഷൻ ഫംഗ്ഷൻ തന്നിരിക്കുന്നു, ഒരു കൺസംഷൻ ഫംഗ്ഷന്റെ ഗ്രാഫും തന്നിരിക്കുന്നു. നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ. ഇവിടെ കൺസംഷൻ ഫംഗ്ഷൻ എന്താ തന്നിരിക്കുന്നത്? കൺസംഷൻ ഫംഗ്ഷൻ C ബാർ ഈക്വൽ ടു CY ആണ് അല്ലേ? ഇവിടെ നമുക്ക് ന്യൂമറിക്കൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? 20 പ്ലസ് 0.8y. C ഈക്വൽ ടു 20 പ്ലസ് 0.8y. അപ്പൊ 20 എന്താ? C ബാർ ആണ്, 0.8 MPC ആണ്. ഇതിന്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഗ്രാഫ് നിങ്ങൾ നോക്ക്. ഇതിൽ എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നു? ഇൻകം അടയാളപ്പെടുത്തിയിരിക്കുന്നു. വൈ ആക്സിസിൽ എന്താണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? കൺസംഷൻ, എക്സ് ആൻഡ് കൺസംഷൻ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഒറിജിനൽ 0 അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഈ കൺസംഷൻ ഫംഗ്ഷൻ ഒറിജിനിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, 20 എന്ന് പറയുന്ന ഒരളവിൽ നിന്ന്, ഈ 20യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് വരുമാനം 0 ആവുമ്പോൾ കൺസംഷൻ ഫംഗ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടോട്ടൽ കൺസംഷൻ 20 വരുമാനം 0 ആവുമ്പോൾ ടോട്ടൽ കൺസംഷൻ 20 നിങ്ങൾ തന്നിരിക്കുന്ന കൺസംഷൻ ഫംഗ്ഷനിലേക്ക് നോക്ക്. y 0 ആണെങ്കിൽ എത്ര വരിക? 20 പ്ലസ് 0.8 ഇൻറ്റു 0. 0.8 ഇൻറ്റു 0 0 അല്ലേ? അപ്പൊ 20 വരിക. വരുമാനം 0 ആവുമ്പോൾ ഉള്ള കൺസംഷൻ ഏതാ? ഓട്ടോണമസ് കൺസംഷൻ അല്ലേ? അപ്പോൾ നിങ്ങൾ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും വരുമാനം 0 ആവുമ്പോൾ ടോട്ടൽ കൺസംഷൻ ഈക്വൽ ടു ഓട്ടോണമസ് കൺസംഷൻ. അതുകൊണ്ടാണ് ഗ്രാഫ് എവിടെ നിന്ന് പോകുന്നത്? 20 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്ക് നിങ്ങൾ, ഈ അഗ്രിഗേറ്റ് കൺസംഷൻ ഫംഗ്ഷൻ അപ്വേർഡ് റൈസിംഗ് ആണ് അല്ലേ? അപ്വേർഡ് റൈസിംഗ് ആയുള്ള കാരണം എന്താ? വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് കൺസംഷനും വർദ്ധിക്കും. ഏത് ഭാഗമാണ് കൺസംഷൻ ഫംഗ്ഷനിലെ CY എന്ന് പറയുന്ന ഭാഗത്താണ് ആ ഇഫക്റ്റ് ഉണ്ടാവുക അല്ലെ? CMPC ഇൻറ്റു Y എന്ന് പറയുന്ന ഭാഗത്ത് ഉപഭോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും നമ്മളുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈ ഉപഭോഗ ചോദനത്തെ കാണിക്കുന്ന അല്ലെങ്കിൽ കൺസംഷൻ ഫംഗ്ഷനെ കാണിക്കുന്ന ഈ ലൈൻ ഗ്രാഫ് അപ്വേർഡ് റൈസിംഗ് ആവുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷനെ കാണിക്കുന്ന ഒരു ഗ്രാഫ്, ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ. വിചാരിക്കുക ഇൻവെസ്റ്റ്മെന്റ് ഈക്വൽ ടു 30 ആണ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് 30 ആണെന്ന് വിചാരിക്കുക. 30 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ആണ്, ദർ ഇസ് നോ ചേഞ്ചസ്. വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് 30ൽ നിന്ന് വർധന ഉണ്ടാവുകയോ 30ൽ നിന്ന് കുറയുകയോ ചെയ്യില്ല. കാരണം എന്താണ്? I ഈക്വൽ ടു I ബാർ ആണ്. അപ്പോൾ വരുമാനം എത്രയായാലും I എത്രയായിരിക്കും? 30 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കേർവിൻ്റെ ഷേപ്പ്? എന്തായിരിക്കും? നിങ്ങൾ കാണില്ലേ? നോക്കൂ, എക്സ് ആക്സിസിന് സമാന്തരമായ രേഖയാണ്. നിങ്ങൾ എക്സ് ആക്സിസിൽ നമ്മളിവിടെ എന്താ അടയാളപ്പെടുത്തിയത്? ഇൻകമാണ്. വൈ ആക്സിസിൽ എന്താണ് അടയാളപ്പെടുത്തിയത്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ വെൻ ഇൻകം ഇൻക്രീസസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിമൈനിങ് അറ്റ് 30. ഇൻവെസ്റ്റ്മെന്റ് എത്ര തന്നെ? 30ൽ തന്നെ ആയിരിക്കും. അതാണ് ഇത് കാണിക്കുന്നത്. ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും ഏത് ഫംഗ്ഷൻ? ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ. വൈ? ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻകം. ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെന്റും കൺസംഷനും കൂടി ഉള്ള ഒരു ഗ്രാഫ് വരയ്ക്കും. ഇൻവെസ്റ്റ്മെന്റും കൺസംഷനും വന്നാൽ എന്താ നമ്മൾ പറയുക? അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുക. 2 സെക്ടർ ഇക്കോണമിയിലെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് അതിന്റെ ഷേപ്പ് നോക്കൂ നിങ്ങൾ. ഇവിടെ നമ്മൾ നേരത്തെ എടുത്തു I എത്രയാണ്? I 30 ആണ്. C ബാർ എത്ര നമ്മൾ എടുത്തത്?
20 ആണ്. അപ്പോൾ സി ബാർ പ്ലസ് ഐ ബാർ എന്താ നമ്മൾ പറയുക? സി ബാർ പ്ലസ് ഐ ബാർ എ ബാർ. എ ബാർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 20 + 30 50 ആണ്. എ ബാർ 50 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നോക്കൂ നമ്മുടെ ഡയഗ്രാം എങ്ങനെയാണ് പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയിൽ നിന്നാണ്? 50 നിന്നാണ്. 50 സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താ? 50 ആണ് എ ബാർ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷന്റെ ഇക്വേഷൻ എന്താ? എ ബാർ പ്ലസ് സി വൈ. സ്മോൾ ലെറ്റർ സി ആണ്, സി വൈ. എ ബാർ എത്ര നമ്മളുടെ ഇക്വേഷനിൽ? എ ബാർ എന്ന് പറഞ്ഞാൽ സി ബാർ പ്ലസ് ഐ ബാർ. 20 + 30 50 ആണ്. 50 പ്ലസ് സി വൈ 0.8 ആണെങ്കിൽ 0.8 വൈ ആണ് വരിക. അപ്പൊ നിങ്ങൾ നോക്ക് എവിടുന്ന് ആരംഭിച്ച്. അപ്പൊ നോക്കൂ, വെൻ ഇൻകം ഈസ് 0 അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു എ ബാർ. ഇക്വേഷനിൽ നിങ്ങൾ ഇൻകം 0 എന്ന് കൊടുത്തു നോക്ക്. എ ബാർ പ്ലസ് സി വൈ. എ ബാർ ഇൻറ്റു സി ഇൻറ്റു 0. 0 തന്നെയല്ലേ വരിക. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇതിലെ കേർവിന്റെ ഷേപ്പ് എന്താണ്? അപ്വേർഡ് റൈസിംഗ് ആണ്. എന്താണ് അപ്വേർഡ് റൈസിംഗ് ആവാനുള്ള കാരണം? അഗ്രിഗേറ്റ് GDP ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻകം വർദ്ധിക്കുമ്പോൾ എന്താവും? അഗ്രിഗേറ്റ് ഡിമാൻഡും എന്താവും? വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് കാണിക്കുന്നത്. നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് അപ്വേർഡ് റൈസിംഗ് ആയിട്ട് വരയ്ക്കണം, പാരലായിട്ട് വരയ്ക്കരുത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന രീതിയിൽ വരയ്ക്കണം. പല കുട്ടികളും പാരലായിട്ട് വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അപ്പോൾ എന്ത് മനസ്സിലാക്കി? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഹൗ ടു ഡിറ്റർമിൻ ഇൻകം ഇൻ 2 സെക്ടർ ഇക്കോണമി. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.